മോനെ എടാ കണ്ണു തുറക്കടാ. ദേ ഇതാരൊക്കെ വന്നിരിക്കുന്നേ നോക്കി. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണമെന്ന് അറിയില്ലേ ശരത്തേട്ട? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ നട്ടൂരി പോകുന്നത് ശരത്ത് എങ്ങനെ മനസ്സിലാക്കാനാ നിത്യ? ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. റോഡിൽ വീണപ്പോ വല്ല വണ്ടിയും വന്ന് കയറിയിരുന്നെങ്കിലും. അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ മനോഹരേട്ട. പരിക്കേറ്റ് കിടക്കുന്ന ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, രക്ഷപ്പെട്ടല്ലോ. അതിന്റെ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. മോന് വേദനയുണ്ടോ? അതേ ഉള്ളമ്മേ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നല്ല വേദന. ശരീരം ഒടിഞ്ഞു നുറുങ്ങുന്ന പോലെ തോന്നുന്നു. അനങ്ങാതെ കിടന്നാ മതി, അപ്പൊ വേദന തോന്നില്ല ശരത്തേട്ട. കാലിനൊരൊടിവുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതൊരു കുഴപ്പമില്ലേ? എന്റെ മോനെ എത്ര ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും? എന്ത് ചെയ്യാനാ അമ്മേ, സംഭവിച്ചു പോയില്ലേ. സാരില്ല, ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുത്താ മതി. മുന്നറിയിപ്പോ? അതെ. അല്ല, ഇനി വണ്ടി ഓടിക്കുമ്പോഴേ എല്ലാം ചെക്ക് ചെയ്തിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂന്ന്. നട്ടും ബോൾട്ടും ഒക്കെ എപ്പോ വേണമെങ്കിലും ഇളകി പോവാലോ അമ്മേ. അതിനിയും സംഭവിക്കാം. അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞത് ശരിയാ ശരത്ത് മോനെ. ഞാൻ ശ്രദ്ധിച്ചോളാം. ഉപദേശത്തിന് നന്ദിയുണ്ട്. താങ്ക് യു. എന്നാ നമുക്ക് പുറത്തേക്ക് നിൽക്കാം. ശരത്ത് മോനെ കുറച്ച് കാറ്റ് കിട്ടിക്കോട്ടെ. മോനെ, മോൻ രണ്ടാം ജന്മം ഇതൊന്ന് കരുതിയാൽ മതി. വാ എല്ലാരും വാ വാ. നിനക്ക് നട്ട്സ് ഇഷ്ടാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അറുക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഒരുങ്ങിക്കോ മരിക്കാൻ. ഇനി അധികകാലം നീ ജീവിച്ചിരിക്കില്ല. സാരില്ല, ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുത്താൽ മതി.